back to a new episode of Crypto Talks. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മാർക്കറ്റ് നന്നായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റ് നന്നായിട്ട് ഇടിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൻ ഇതിനെ എല്ലാം ഔട്ട് പെർഫോം ചെയ്ത് നല്ല പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. 60% റിട്ടേൺസോളം തന്നിട്ടാണ് ഒരു കോയിൻ നിൽക്കുന്നത്. ഏതാണ് ആ കോയിൻ? XRP അഥവാ നമ്മൾ പറയുന്ന റിപ്പിൾ ആണ് ആ കോയിൻ. റിപ്പിൾ നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത്. നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പിളുടെ വാല്യൂ എന്ന് പറയുന്നത് $0.34 ആയിരുന്നു. അത് മാറി $0.50 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 60% റിട്ടേൺസോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് 9 ബില്യൺ മാത്രമായിരുന്നു ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പക്ഷേ അതിൽ നിന്ന് 16 ബില്യണിലോട്ടും അതിൽ നിന്ന് 27 ബില്യൺ വരെയാണ് റിപ്പിളിന്റെ വാല്യൂ വന്നത്. സെപ്റ്റംബർ 23 റിപ്പിളിന് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്നാണ് $27 ബില്യൺ റിപ്പിളിനെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിലും റിപ്പിളിന്റെ വാല്യൂ ഏകദേശം $25 ബില്യൺ ഉണ്ട്. റിപ്പിളിന്റെ വാല്യൂ ഇനിയും ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുമായിരിക്കും. നിങ്ങൾ റിപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? കമന്റ് ഡൗൺ ബിലോ. നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 2 മാസത്തെ ലോയിലാണ് ക്രിപ്റ്റോ മാർക്കറ്റ് നിൽക്കുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റിലെ മൊത്തം ലോസ് ഏകദേശം $160 ബില്യൺ ആണ്. ലീഡിംഗ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഏതൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബിറ്റ്കോയിനും അതേപോലെ തന്നെ എത്തേറിയം. ബിറ്റ്കോയിനും എത്തേറിയത്തിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് കണക്കുകൾ പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം $18,439. 8% ബിറ്റ്കോയിൻ ഡൗൺ ആയത് കഴിഞ്ഞ ആഴ്ച മാത്രം. അതേസമയം എത്തേറിയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എത്തേറിയം ഇപ്പോൾ നിൽക്കുന്ന $1,295. 10% 10.99% ആണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്തേറിയത്തിൽ ഇടിവ് സംഭവിച്ചത്. എത്തേറിയത്തിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ $1,300 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് $1,000 താഴാൻ എത്തേറിയത്തിന് ചാൻസ് ഉണ്ടെന്നാണ് അനലിസ്റ്റുകൾ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. നിങ്ങൾ എന്തിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? എത്തേറിയത്തിൽ വിശ്വസിക്കുന്നു? എത്തേറിയം ബ്ലോക്ക് ചെയിനിൽ വിശ്വസിച്ച് എത്തേറിയം ഇനി ഹൈസിലോട്ട് പോവോ അതോ ഇവർ പറയുന്ന പോലെ $1,000 എന്ന റേഞ്ചിലോട്ട് വരുമോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രയൊക്കെ ബെയറിഷ് മാർക്കറ്റ് ക്രിപ്റ്റോയിൽ നടന്നിട്ടും മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കമ്പനി ഏകദേശം $500 മില്യൺ ആണ് ക്രിപ്റ്റോ മാർക്കറ്റ് അഥവാ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നടന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ക്രിപ്റ്റോ ടോക്സിലൂടെ നൽകുന്നത്. ഇവിടെ വീണ്ടും ക്രിപ്റ്റോ കറൻസീസിന്റെ ട്രേഡിംഗ് ലീഗലാക്കിയിരിക്കുകയാണ്. ചൈന ക്രിപ്റ്റോ കറൻസീസിന്റെ ട്രേഡിംഗ് ലീഗലാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യ ഇന്റർ കൺട്രി ട്രാൻസാക്ഷൻസിന് ക്രിപ്റ്റോ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യ നമ്മളിവിടെ ക്രിപ്റ്റോ ടോക്കിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റഷ്യ ക്രിപ്റ്റോ ബാൻ ചെയ്ത സമയം, മൈനിങ് ബാൻ ചെയ്ത ടൈം എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ വീണ്ടും ഇന്റർ കൺട്രി ട്രാൻസാക്ഷൻസ് അലോ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ബാൻ ചെയ്തിട്ടുള്ള ഇന്റർ കൺട്രി ട്രാൻസാക്ഷൻസ് അലോ ചെയ്തിട്ടുണ്ട്. ഇനി അതർ കൺട്രീസ് നമുക്ക് വിടാം. നമുക്ക് നമ്മുടെ ഇന്ത്യയിലോട്ട് നോക്കാം. എന്താണ് ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഫെബ്രുവരി മെയ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ക്രിപ്റ്റോയുടെ കാര്യത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഗലൈസേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂൾ വരും എന്നാണ് പറയുന്നത്. ആ ഒരു ടൈം അടുത്ത ബഡ്ജറ്റോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ഒരു സോർട്ടഡ് ആവും, ഒരു തീരുമാനമാകും എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? ബാൻ ചെയ്യണോ? ഇതിന് മൊത്തത്തിൽ ഒരു ലീഗലൈസേഷൻ അതേപോലെ തന്നെ റെഗുലേഷൻസ് വരുത്തണം. ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഉറപ്പുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ 2023 മെയ് ഫെബ്രുവരി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിർമ്മല സീതാരാമൻ അത് അനൗൺസ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു 2 വീക്സ് മുമ്പേ IMFന്റെ ഡയറക്ടർ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡയറക്ടറായ ക്രിസ്റ്റലീന ജോർജീവയുടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റ് ചെയ്ത സമയത്ത് നിർമ്മല സീതാരാമൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. IMF ക്രിപ്റ്റോയുടെ കാര്യത്തിൽ ഒരു ലീഡ് റോൾ എടുക്കണം എന്നുള്ള കാര്യം. ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു അടുത്ത വർഷം ഫെബ്രുവരി മെയ് ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും. നിങ്ങൾ ഏതൊക്കെ കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ക്രിപ്റ്റോ മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് ആണ് ക്രിപ്റ്റോയിനെ പറ്റി കൂടുതൽ വേണ്ടത്? അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. ക്രിപ്റ്റോയെ പറ്റിയും ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. With this is Elizabeth Serian signing off from Crypto Talks. Bye.